ശ്രദ്ധയോടുകൂടി പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഞാൻ ആദ്യം ഒരു ജില്ലാ സമ്മേളനത്തിൽ സ്റ്റുഡൻറ് സിൻഡിക്കേറ്റ് മെമ്പറാണ്, വിദ്യാർത്ഥിയാണ്. അപ്പോൾ ചില വിമർശനങ്ങൾ ഉന്നയിച്ചു. വിദ്യാർത്ഥികളുടെ ചില പ്രശ്നങ്ങൾ UGC സ്കീമുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ്. VS പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. തിരുവനന്തപുരത്ത് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട ആളുകളുടെ യോഗം വിളിച്ചുകൂട്ടി ആ കാര്യം പരിഹരിക്കുന്നതിന് ഇടപെട്ടു. അങ്ങനെ കൃത്യമായിട്ട് ഓരോന്നും ഫോളോ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അതിനുശേഷം അദ്ദേഹം ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും അഖിലിൻ്റെ DYFIയുടെ പ്രസിഡന്റും ഒക്കെ ആയി പ്രവർത്തിച്ചു. ആ സമയത്തൊക്കെ ഞങ്ങളെപ്പോഴും ഒരു വിദ്യാർത്ഥി സമരം നടക്കുമ്പോൾ ഒരു കാര്യം നമുക്കുണ്ട്. അന്ന് മുഖ്യമന്ത്രിയായി ശ്രീ K കരുണാകരനും AK ആന്റണിയും ഒക്കെ പ്രവർത്തിച്ച സമയത്താണ്. സമരങ്ങൾ വലിയ സമരമാണ്. കൂത്തുപറമ്പ് വെടിവെപ്പിൽ 5 സഖാക്കൾ രക്തസാക്ഷിയായ സംഭവം ഉൾപ്പെടെ നടക്കുമ്പോൾ ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഞങ്ങൾ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ട് VSന്റെ അടുത്ത് പോയി പറഞ്ഞ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. VSന്റെ വിലാപയാത്ര പുരോഗമിക്കുകയാണ്. പാളയം കഴിഞ്ഞ് PMG കഴിഞ്ഞ് പട്ടം കഴിഞ്ഞ് ഉള്ളൂർ കഴിഞ്ഞപ്പോൾ അത് പോങ്ങുമുട്ടയ്ക്ക് എത്തുകയാണ്. സാധാരണഗതിയിൽ ബില്ലെ നമുക്ക് ഇപ്പോൾ ദർബാർ ഹാളിൽ നിന്ന്, അതായത് സ്റ്റാച്യുവിൽ നിന്ന് പോങ്ങുമൂട് വരെ എത്താൻ സാധാരണ അരമണിക്കൂർ പോലും സമയം വേണ്ട. പക്ഷേ VSനെയും വഹിച്ചുകൊണ്ടുള്ള ഈ വിലാപയാത്ര അത് മണിക്കൂറുകൾ താണ്ടുന്നു. കണ്ടു നിൽക്കുന്നവരെല്ലാം ഒപ്പം ചേരുന്നു. അത് വലിയ ജനാവലിയായി VSന്റെ വിലാപയാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. മീര കൂടിയാണ് നമുക്കിപ്പം. മീര, പോങ്ങുമൂട് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ചാവടിമുക്കാണ്. അവിടെ എങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം? ജന്മനാട്ടിലേക്ക് നീങ്ങുകയാണ് സമരനായകൻ. ഓരോ പോയിന്റുകളിലെത്തുമ്പോഴും ജനങ്ങൾ കൂടി വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. VS എന്ന നായകന്, വിപ്ലവ നായകന് വിട ചൊല്ലുകയാണ് തലസ്ഥാനം. ഓരോ സ്ഥലങ്ങളിലും ഒട്ടനവധി ആൾക്കാരെയാണ് നമ്മൾ വീണ്ടും വീണ്ടും കാണാൻ സാധിക്കുന്നത്. ഇവിടെ തന്നെ ഒരുപാട് പേർ നേരത്തെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു. വാഹനം ഇവിടത്തേക്ക് എത്താൻ ഇനിയും സമയമെടുക്കും. എങ്കിൽ പോലും നേരത്തെ തന്നെ ഇവിടെ ആൾക്കാർ എത്തിച്ചേർന്നു. ചേട്ടാ, എങ്ങനെയാണ് VSനെ? ഞാൻ പറയാം, ഇവിടെ ഒട്ടനവധി ആൾക്കാരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അമ്മ, എങ്ങനെയാണ് VSനെ ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ ഒരു ജനനേതാവ്, എല്ലാവരുടെയും ഒരേപോലെ ഒരേ മനസ്സിൽ പെരുമാറുന്ന ഒരു വ്യക്തി, ഒരു സഖാവായിരുന്നു. നമുക്ക് വർഷങ്ങളോളം അദ്ദേഹം ഞാൻ കൊല്ലത്തുള്ളതാണ്. കൊല്ലത്ത് നിന്ന് വരുമ്പോൾ ഒരു ഏത് ഇതുണ്ടെങ്കിലും ഞാനതിൽ പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അവിടെ നിന്ന് അവിടെ എനിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുക. ഞാൻ ഇവിടെ നിന്ന് ഒരു കണ്ണേ കരളേ എന്നുള്ള ആ ഒരു മുദ്രാവാക്യം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇതായി. സൂചിപ്പിക്കുന്നത് പോലെ കണ്ണേ കരളേ എന്ന് മലയാളത്തിൽ അല്ലെ കേരളത്തിൽ ഒരു ജനത വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് VSനെ തന്നെയാണ്. ചേട്ടാ, എങ്ങനെയാണ് VSനെ എങ്ങനെയാണ്? VSനെ മറക്കാൻ പറ്റൂ? VSലെ നമ്മുടെ നേതാവ്, വേറെ ഒന്നുമില്ല പറയാൻ. ഇപ്പം അതാ പോയി, എല്ലാം പോയി. ഇനി എന്തെന്നിരിക്കുന്ന ഒന്നുമില്ല. VSനെ പോലെ ഒരു നേതാവ് ഇനി ഉണ്ടാവില്ല എന്നാണ്? ഉണ്ടാകില്ല, ഒരിക്കലും ഇല്ല, ഒരിക്കലും പറ്റൂല. പറയുന്നത് പോലെ തന്നെ VSനെ പോലെ ഒരു നേതാവ് ഇനി ഉണ്ടാകുമോ എന്നാണ് ഇവിടെ എല്ലാവരും ചോദിക്കുന്നത്. ചേട്ടാ, എങ്ങനെയാണ് VSനെ നോക്കുന്നത്? VS എന്ന് പറയുന്നത് പാവങ്ങളുടെ പടത്തലവനാണ്. അതായത് ഇന്ന് കേരളത്തിലോ ഇന്ത്യയിലോ ജീവിച്ചിരിക്കുന്നവർ പൊതുജനങ്ങളിൽ ഏറ്റവും താഴെത്തട്ട ജനങ്ങളോട് നിൽക്കുന്ന ഒരു മഹാനേതാവാണ്. ഞങ്ങൾക്ക് വളരെ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വേർപാടും ഉണ്ടായത്. നേരിട്ട് കണ്ടിട്ടുണ്ട്. അടുത്ത് സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. പുള്ളിയുടെ പ്രശ്നം എവിടെ കേട്ടാലും ഞങ്ങൾ ഇവിടെ പോകാറുണ്ട്. അതായത് ഏത് പ്രശ്നത്തിനും പാവങ്ങളെ കൂടെ ഉണ്ടല്ലോ. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് പോലെ തന്നെ പാവങ്ങളുടെ കൂടെ നിൽക്കുന്ന നേതാവ് എന്നുള്ളത് തന്നെയാണ് VSനെ ഇത്രമേൽ ജനപ്രിയനാക്കുന്നത്. അതുകൂടാതെ ഇന്നലെ ഉൾപ്പെടെ AKG സെൻറ്ററിലേക്ക് നമ്മൾ നടന്നു നീങ്ങുമ്പോൾ കണ്ടതാണ് ഒരു ജനസാഗരം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ചേട്ടാ, എങ്ങനെയാണ് VSനെ ഓർക്കുന്നത്? VSനെ എങ്ങനെയാണ് ഓർക്കുന്നത്? നല്ലൊരു മനുഷ്യനാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ നല്ല പ്രവർത്തനമായിരുന്നു. ചേച്ചി, VSനെ എങ്ങനെയാണ് ഓർക്കുന്നത്? നല്ല അഭിപ്രായമുണ്ട്, നല്ലതാ, ഇഷ്ടമാണോ?
മുഖ്യമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ നല്ല ഒരു അഭിപ്രായമാണ്. സെക്രട്ടേറിയറ്റ് പോയാൽ പോയിട്ടുണ്ട്. ഇവരെല്ലാം പറയുന്നത് പോലെ തന്നെ VS എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. VSനെ എങ്ങനെയാണ് VSനെ വളരെ മികച്ചൊരു നേതാവായിരുന്നു. വ്യക്തിപരമായിട്ടൊരു സ്റ്റാൻഡേർഡുള്ളൊരു നേതാവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിയിലെ ഏറ്റവും മികച്ച നേതാവായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത്. നയനാറിന് ശേഷം വന്നതിൽ ഏറ്റവും മികച്ചൊരു മുഖ്യമന്ത്രിയായിരുന്നു VS. സമര പോരാട്ടങ്ങളെ കുറിച്ച് വളരെ മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള നേതാവിനെ തോന്നിയിട്ടുള്ളത്. പറയുന്നത് പോലെ തന്നെ സേതു ആ സംസാരിക്കുന്ന കുട്ടികളൊക്കെ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൊക്കെ ഒരു ജെൻസി ജനറേഷനിൽപ്പെട്ട ആളുകളായിരിക്കാം. അതെ അതെ. അവർക്കെല്ലാം ഞാൻ ഇന്നലെ മുതൽ ഈ ഒരു കാര്യം നമ്മൾ ഇന്നലെ മുതൽ തന്നെ ഞാൻ ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു. കാരണം നമ്മൾ ഈ നോർമൽ ടോക്കിലൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പം VSനെയൊക്കെ ഇപ്പം നമ്മുടെയൊക്കെ സ്കൂൾ സമയം കോളേജ് സമയമൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുള്ള ഒരു ഇടതുപക്ഷ നേതാവാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയും അദ്ദേഹത്തിൻ്റെ പ്രസംഗ രീതി, അദ്ദേഹം നയിച്ചിട്ടുള്ള സമര പോരാട്ടങ്ങൾ ചരിത്രങ്ങളിലൂടെ വായിച്ചറിഞ്ഞത്, മാത്രമല്ല അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴുള്ള കാര്യം, പിന്നെ ഈ ഏതൊരു വിഷയം ഒരു തുടങ്ങി വച്ചാലും അതിനൊരു അവസാനം കാണാതെ പിന്മാറാതെ നിൽക്കാനുള്ള VSൻ്റെ ആ ഒരു നിശ്ചയദാർഢ്യം, ഇതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഈ ജെൻസി കിഡ്സിനോട് 2000-നൊക്കെ ശേഷം വരുന്ന കുട്ടികളെയൊക്കെ അത് എത്രമേൽ സ്വാധീനിച്ചിട്ടുണ്ട്. VS അവരിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എന്നൊക്കെ പലവട്ടം പലകുറി ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും പലരോടും ചോദിച്ചിട്ടുള്ളതുമാണ്. പക്ഷേ ഇന്നലെ AK സെൻ്ററിൻ്റെ മുന്നിലൊക്കെ നിന്ന് ചെറിയ പിള്ളേർ കണ്ണേ കരളെ VS എന്ന് അവരിങ്ങനെ അറിഞ്ഞ് വിളിക്കുകയാണ്, ഉള്ളിൽ നിന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഏത് തലമുറയിൽപ്പെട്ടവരെയാണെങ്കിലും VS എന്ന് പറയുന്ന ഒരു വികാരമാണെന്നും VS ഈ പ്രായഭേദമില്ലാതെ എല്ലാവരെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കി തന്ന ഒരു ദിവസവും ആ കാഴ്ചകളുമാണ്. കാഴ്ചകളെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ സംസാരിക്കുന്ന ചെറുപ്പക്കാരനുൾപ്പെടെ മീര പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നമുക്ക് സംസാരിക്കാൻ തോന്നിയ ഒരു കാര്യം, VSന്റെ സമരചരിത്രത്തെ പറ്റി നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. VS എന്ന ഭരണകർത്താവിനെ പറ്റി നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നുള്ളൂ. VS യഥാർത്ഥത്തിൽ പുഴയെയും മലയെയും മണ്ണിനെയും മനുഷ്യനെയും എല്ലാം സ്നേഹിക്കുകയും അതേസമയം തന്നെ VS നാടിൻ്റെ ഈ ഭൗതിക വികസനത്തിലും അദ്ദേഹത്തിൻ്റെതായ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ വലുതായി നമ്മുടെ ഒരു കേരളത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ അഭിമാന പദ്ധതിയായി പറയുന്ന വിഴിഞ്ഞം പദ്ധതിയിൽ VSന്റെ കാലത്ത് സർക്കാരിന് നിർണായകമായിട്ടുണ്ട്. മെട്രോ റെയിലിൻ്റെ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുണ്ട്. ഒപ്പം തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതികളുമായി അതിൻ്റെ കൂടെ ഇപ്പം നമ്മൾ സാധാരണ പറയും ഇപ്പം ഇടതുപക്ഷം വികസന വിരോധികളാണ്, പല ഘട്ടങ്ങളിലും വികസനത്തിനെതിരെ നിൽക്കുന്നവരാണ്. പക്ഷേ കേരളത്തിൽ വന്ന വലിയ വികസനങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചത് VSന്റെ ഭരണകാലത്താണ് എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ കമ്പ്യൂട്ടറിനെ എതിർത്ത ആൾക്കാരായിരുന്നു തുടക്കകാലത്ത് ഇടതുപക്ഷക്കാരെല്ലാം. പക്ഷേ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം നേടാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്ന ആളായിരുന്നു VS അച്യുതാനന്ദൻ, നേടിയ ഒരാളുമായിരുന്നു. ഉറപ്പായും എല്ലാ കാര്യവും പുതുതായി പഠിക്കുന്നതിന് അദ്ദേഹം വളരെ സജ്ജനായി നിൽക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ സുചിന്ദ്രൻ പറഞ്ഞ ഒരു കാര്യമാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. 95-ാം വയസ്സിൽ അദ്ദേഹം ഹിന്ദി പഠിക്കാൻ ശ്രമിച്ചു, 2 വർഷം ശ്രമിച്ചു എന്നുള്ളതാണ്. 95 വയസ്സിൽ 93 വയസ്സിൽ പ്രതിപക്ഷ നേതാവാണ് കേരളത്തിൽ. ഇനി ഇങ്ങനെ ഒരു നേതാവ് ഉണ്ടാവോ? അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകുന്നത് പോലെ 84-ാം വയസ്സിലാണ്. ബില്ലൊന്ന് ആലോചിക്കും. ഇപ്പൊ നമ്മൾ 10-30 വയസ്സാകുമ്പോൾ തന്നെ നമുക്ക് ഇല്ലാത്ത അസുഖങ്ങളോ കുറച്ചു നേരം ഒന്ന് നിൽക്കാനോ ഇരിക്കാനോ ഒന്നും നമ്മൾ തന്നെ സ്വയം ഇങ്ങനെ പറയും, വയ്യ. പക്ഷേ 83-ാമത്തെ വയസ്സിൽ കേരളം ഭരിച്ചൊരു ഭരണാധികാരി, 93-ാമത്തെ വയസ്സിൽ പ്രതിപക്ഷ നേതാവായിരുന്ന ഒരു ഭരണാധികാരി, അങ്ങനെയൊക്കെ ഒരാൾ ഇനി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഈ എല്ലാവരും ചോദിക്കുന്നത്. 44-ാം വയസ്സിലാണ്. അതെ. അപ്പോൾ അങ്ങനെ ഒരു നേതാവ് ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല 102 വയസ്സിൽ അദ്ദേഹം 2019 മാത്രമാണല്ലോ പൊതുരംഗത്ത് നിന്ന് അങ്ങനെ മാറി നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ പരിപൂർണമായ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ മോശമായിട്ടാകുമ്പോഴത്തേക്കും ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യം പരിപൂർണമായി മോശമായിട്ടൊരു 1-2 വർഷമോ അല്ലെങ്കിൽ 1 വർഷത്തോളം അത്രേ ആകുന്നുള്ളൂ. അതുവരെ അദ്ദേഹം കാര്യമായി പ്രതികരിച്ചിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും പത്രം വായിക്കുക VSനെ സംബന്ധിച്ചൊരു സ്ഥിരം ശീലമായിരുന്നു. അത് 1, 2, 3 പത്രം അദ്ദേഹം സ്ഥിരം വായിക്കുമായിരുന്നു. പിന്നീട് അരുൺകുമാറും പറയുന്നുണ്ട് എല്ലാ ദിവസവും വാർത്തകളൊക്കെ അറിയുന്നുണ്ട്. ഉറപ്പായും അദ്ദേഹം ഈ പത്രം അദ്ദേഹത്തിന് വായിക്കാൻ, അതായത് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ പത്രം വായിക്കാൻ പറ്റാതിരുന്ന സമയത്ത് ഈ സഹായിയെ കൊണ്ട് അല്ലെങ്കിൽ മകനെ കൊണ്ട് ഉൾപ്പെടെ പത്രം വായിച്ച് കേൾപ്പിക്കുമായിരുന്നു അത്രേ. VS അങ്ങനെ വായിക്കാതെ പോയ അല്ലെങ്കിൽ VSനെ കേൾപ്പിക്കാതെ പോയ ഒരു വാർത്തയേ ഉള്ളൂ സമീപകാലത്ത്. സീതാറാം യെച്ചൂരി മരിച്ചു എന്നുള്ള കാര്യം. കാരണം യെച്ചൂരിയും VSും തമ്മിലുള്ള ബന്ധം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇപ്പം ഈ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ കാരാട്ടുമായി വലിയ അടുപ്പം പുലർത്തുമ്പോൾ യെച്ചൂരിയുമായി ഒരുപാട് ചേർന്ന് ഉറപ്പായും എല്ലാ കാലത്തും VSന്റെ ഒരു നിഴലായി നിന്നിട്ടുള്ള നേതാവായിരുന്നു യെച്ചൂരി. അതിനുശേഷം യെച്ചൂരിയെ CPIMന്റെ ജനറൽ സെക്രട്ടറി ആക്കുന്നതിൽ VS വഹിച്ചിട്ടുള്ള പങ്കും വളരെ പ്രധാനപ്പെട്ടതാണ്.